ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ കഴുകി നന്നായി വൃത്തിയാക്കി വയ്ക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം, 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇടാം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ചിക്കനിൽ നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ എങ്ങാനും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു സബോള അരിയുന്നുണ്ട് കേട്ടോ. അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല നൈസായി അരിഞ്ഞു പോയി. നെക്സ്റ്റ് നമുക്ക് ഫ്രൈ പാൻ ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ. ഫ്രൈ പാൻ നല്ല ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് നല്ല എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുകൾ ഭാഗം നന്നായി മൊരിയും ചെയ്യും, ഉള്ളിൽ തീരെ വേവാതെ ആവും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിക്കൻ്റെ ഒരു സൈഡ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ തീ കൂട്ടിയിട്ട് വേണം കേട്ടോ. എന്നിട്ട് വേണം കോരി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച സബോള അതിലേക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇല ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴന്ന് വരട്ടെ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം കേട്ടോ. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട കാരണം ഇതിൽ ഉപ്പിടുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. എന്നിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണത്. മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അതൊന്നതിൽ സെറ്റാണ് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മൂടി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളി സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചിക്കൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിക്കണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.